സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗത്തില് യുവജനങ്ങൾ എന്ന് അദ്ദേഹം പുഷ് ചെയ്ത് പറഞ്ഞത് 52 തവണയാണ്. ഈ 52 തവണ പല രീതികളിൽ, അതായത് നോജവാൻ എന്ന് പറയുന്നുണ്ട്, യുവാക്കൾ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ പല പല രീതികളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് മനഃപൂർവ്വം തന്നെയല്ലേ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. മറ്റൊന്ന്, അവരെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓൺലൈൻ പരിശീലനത്തിന് വലിയൊരു ശൃംഖല ഒരുക്കുമെന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പ്രധാനമായും യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളത്. എന്താണ് അടുത്ത ലക്ഷ്യം? അല്ല, ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം പാർലമെന്റിലൊക്കെ വരാറില്ലായിരുന്നു. ഇപ്പൊ ചെങ്കോട്ടയിൽ ഒരു പ്രസംഗമെങ്കിലും നടത്താൻ അദ്ദേഹം വന്നല്ലോ. കാരണം അതിലെനിക്ക് വലിയ അഭിനന്ദനം. കാരണം ഞാൻ പേടിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഒരു ചെങ്കോട്ട എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റ ഐഡി ഉണ്ടാക്കിയിട്ട് ഇനി അതിനകത്തെങ്ങാനും വല്ല വീഡിയോ ഇട്ടിട്ട് പോവോ എന്ന് പറയുന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പിന്നെ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിലേക്ക് വന്നാൽ, താങ്കൾ പറഞ്ഞ പോലെ ചെങ്കോട്ടയിലെ പ്രസംഗം, ആ പ്രസംഗം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. അദ്ദേഹം 2018-ലും 2019-ലും 2020-ലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുമായി ഈ പ്രസംഗത്തിന് വലിയ സാമ്യമുണ്ട്. കാരണം ഇതുപോലെ തന്നെയുള്ള പല ഡയലോഗുകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പ്രസംഗം ആളുകൾ സാബൂതം നോക്കിയതിന്റെ കാര്യം, ഗവൺമെന്റ് വലിയൊരു തിരിച്ചടി ഉണ്ടായി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നതിന് ശേഷവും CJP പ്രക്ഷോഭത്തിന് ശേഷവും ഉണ്ടായിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ചെങ്കോട്ടയിലെ പ്രസംഗം നടത്തേണ്ടത് നയപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്, പോളിസികളെ കുറിച്ചാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല. പകരം ഒരു ഇലക്ഷന് സമയത്ത് പ്രസംഗിക്കുന്ന പോലെയുള്ള കുറെ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതിൽ താങ്കൾ പറഞ്ഞതുപോലെ ഈ അദ്ദേഹം യഥാർത്ഥത്തില് ഈ CJP പ്രക്ഷോഭവും ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മനസ്സിലാക്കാത്തതെ അദ്ദേഹം അഭിനയിക്കുന്നു. രണ്ടാമത്തേതാകാനാണ് സാധ്യത കൂടുതൽ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA വിശ്വാസ്യത തന്നെ തകർന്നിരിക്കുന്നുവെന്നും ആ വിശ്വാസ്യത വീണ്ടെടുക്കണമെന്നുമാണ് ആളുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് അദ്ദേഹം മനസ്സിലാക്കാതെ അദ്ദേഹം വിചാരിക്കുന്നത്, ദൈവമേ, കുറെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, കോച്ചിങ് കിട്ടുന്നു, അതിനുവേണ്ടി കാശൊക്കെ മുടക്കേണ്ടി വരുന്നു, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിന് ഞങ്ങൾ ഫ്രീ ആയിട്ടൊരു കോച്ചിങ് തന്നേക്കാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ നിങ്ങൾ അറിയേണ്ടത് NTA വരെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു വിശ്വാസ്യത തീവ്രമായി നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അത്തരത്തിലുള്ള ഒരു വിശ്വാസം ഈ പറയുന്ന ഇന്ത്യൻ ജനതക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ജൻസികൾക്ക് ഈ ഗവൺമെന്റിൽ ഇല്ല എന്നുള്ളതുമാണ്. അപ്പൊ അത് അദ്ദേഹം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഫ്രീ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, കോച്ചിങ് കൊടുക്കും എൻട്രൻസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴും അദ്ദേഹം എൻട്രൻസ് പരീക്ഷ നന്നായിട്ട് നടത്തുമെന്ന് തോന്നിയിട്ടില്ല. അപ്പൊ എൻട്രൻസ് പരീക്ഷ നന്നായിട്ട് നടത്തിയാൽ മതി, കോച്ചിങ് ഒന്നും തരേണ്ടതാണ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഇനി കോച്ചിങ് കൊടുക്കണമെങ്കിൽ നല്ല കാര്യം തന്നെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ AI പരിശീലനം കൊടുക്കും. അതുപോലെ ചില സ്റ്റാർട്ടപ്പുകൾക്ക്, ഓൺട്രപ്രണേഴ്സിനൊക്കെ വലിയ സംഭാവനകൾ കൊടുക്കും. പിന്നെ മറ്റേ 3 ഇരട്ടിയായിട്ട് സ്കൂളുകളിൽ, അതൊക്കെ കേരളത്തിൽ ഇരിക്കുന്ന ആളുകൾ കേൾക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്, 3 ഇരട്ടിയായിട്ട് സ്കൂളുകളുടെ ടോയ്ലറ്റുകൾ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2014 അദ്ദേഹം പറഞ്ഞത് 2019 ഇത് പൂർത്തിയാവുമെന്നാണ്. ഞാൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണുണ്ടോ, കേരളത്തിൽ ഇരിക്കുന്നവർ ചിന്തിക്കണം. നമ്മുടെ കേരളത്തിൽ ഇരുന്ന് നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. അതായത് സ്ത്രീകൾക്കും ബോയ്സിനും ഗേൾസിനും ഒക്കെ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കുമെന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ചില വാഗ്ദാനങ്ങൾ, ചില കാര്യങ്ങൾ പറയുകയും, താങ്കൾ പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ ഒരു ഇന്ത്യൻ ജനതയെയും കർഷകരെയും ഒക്കെ തന്നെ വലിയൊരു രീതിയിൽ പരിഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നലിനപ്പുറം ഈ പ്രസംഗത്തിൽ യാതൊരുവിധ കാര്യവും ഉണ്ടായിട്ടില്ല. ഇത് തന്നെ CJP പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ, തിരിച്ചടിക്ക് മുമ്പ് അദ്ദേഹം ഇതുപോലെ പലപ്പോഴും ഇന്ത്യയിലെ ഒരു യങ് ആയിട്ടുള്ള ക്രൗഡിനെ അഭിസംബോധന ചെയ്യുകയും അവരുടെ പുതിയ വോട്ടുകൾ, അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ പ്രതിത, ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു 10 കോടി പുതിയ വോട്ടുകൾ വരാറുണ്ട് മിക്കവാറും തെരഞ്ഞെടുപ്പുകളിൽ. അപ്പൊ ആ 5 കൊല്ലം കൂടുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ വോട്ടുകൾ വളരെ നിർണായകവും ഇമ്പോർട്ടന്റും ആണ്. പല കണക്കുകളിലും പറയുന്നത്, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ വോട്ടുകളുടെ കൂടുതലും കിട്ടുന്നത് പലപ്പോഴും BJPക്കൊക്കെയാണ്. കാരണം അത് BJP നേരത്തെ സോഷ്യൽ മീഡിയ സെല്ലുകളിലൂടെയും അതുപോലെ ബാക്കിയുള്ളതിലൂടെയൊക്കെ അവരെക്കാട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഞാൻ പറയുന്നത് ഇതൊന്നും ആധികാരിക ഡാറ്റ അല്ല, പക്ഷെ BJPയുടെ തന്നെ അവകാശം അതാണ്.
പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഒരു ന്യൂനപക്ഷത്തു നിന്നുള്ള വോട്ടുകളുണ്ട്. കൂടാതെ ഈ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു ഇമേജ് ഇപ്പോഴും നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഇമേജുകൾ ഉള്ളത് പഴയ തലമുറകൾക്കാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വോട്ടുകൾ കുറച്ചെങ്കിലും കിട്ടുന്നത് കോൺഗ്രസിനാണ്. പക്ഷെ ഇത്തരം വോട്ടുകൾ കിട്ടുന്നത് BJP-ക്കാണെന്നാണ്. അതുകൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തവണ താങ്കൾ പറഞ്ഞ പോലെ കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ആ കൂടുതൽ പറഞ്ഞേക്കണതിന്റെ കാര്യം ഉറപ്പായിട്ടും CJP. CJP-യുടെ പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിൽ നിങ്ങളോടൊപ്പമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ പറയുന്ന AI-യിൽ ഞാൻ ട്രെയിനിങ് തരും. അതുപോലെ തന്നെ മറ്റേ ഇതില് നമ്മൾ അറിയേണ്ടത് മറ്റേ ഫ്രീ കോച്ചിങ് തരും. ഇതുപോലെ ടോയ്ലറ്റുകളുടെ നിർമ്മാണം 3 ഇരട്ടിയായിരിക്കുന്നു, അത് അതിവേഗം നടക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞേക്കുന്നതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്കൂളുകളും അവരുടെ ഫൗണ്ടേഷനും അവരുടെ ജോലി സാധ്യതകളും ഒക്കെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇനി കുറച്ച് തലവേദനയാകുമോ എന്ന് പറയുന്ന സംശയം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭാഷണവും അതുപോലെ തന്നെ ഇപ്പൊ ചെങ്കോട്ടയിലെ പ്രസംഗം ഇന്ത്യയിൽ എത്ര പേര് കേൾക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ വളരെ കുറച്ച് പേരെ എന്ത് ചെയ്യും കേൾക്കുള്ളൂ. സത്യം പറഞ്ഞാൽ പല വാർത്തകളും മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചാൽ അതുപോലും ആളുകളൊന്നും എന്ത് ചെയ്യാറില്ല, വായിക്കാറില്ല. കമ്പാരിറ്റീവ്ലി ആളുകൾ അവനവന് വേണ്ടത് മാത്രമാണല്ലോ പിക്ക്. അപ്പൊ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിങ് ഹാബിറ്റ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ നെറ്റിലൊക്കെ തന്നെ പത്രം വായിക്കുന്നവനെ സംബന്ധിച്ച് അവന് വളരെ സിമ്പിൾ ആയിട്ട് സോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ വാർത്ത തന്നെ വിവിധ പലപ്പോഴും ക്രൈമിന്റെ വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും വലിയ വിവാദങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ളതാണ്. അപ്പൊ ഇതിലിപ്പോ വലിയ വിവാദമൊന്നുമില്ല, കാരണം ഇത് ഒരു ദിവസത്തെ ലൈഫ് സ്പാൻ ഉള്ള ഒരു വാർത്ത മാത്രമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ രാജ്യം വളരെ സീരിയസ്ലി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ പലപ്പോഴും ഇപ്പൊ ബഡ്ജറ്റോ അല്ലെങ്കിൽ ഈ ചെങ്കോട്ടയിൽ പ്രസംഗമൊന്നും അത്രയും നമ്മളിപ്പോ ബഡ്ജറ്റ് വരുന്ന ദിവസം ഒരു ജഗമുഖ ഉണ്ടാകും എന്നുള്ളതിനപ്പുറത്തേക്ക് അത് കൃത്യമായി എന്താണെന്നുള്ളത് ചെയ്യാറില്ല. അതിൽ എത്രത്തോളം നടപ്പാക്കി എന്നുള്ളതൊന്നും ആരും ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഈ ഗവൺമെന്റ് ഇപ്പോഴും കൃത്യമായി കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മനസ്സിലാക്കാത്തതിന്റെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ല എന്ന് നടിച്ചിരിക്കുന്നതിന്റെയോ ബേസിലാണ് ഇവര് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ 2029 BJP-ക്ക് വളരെ ടഫ് ടൈം ആയിരിക്കും, ഒരു സംശയമില്ല. സാറേ, ഈ പറയുന്ന പോലെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഓൺലൈൻ ഒറ്റമൂല്യം അങ്ങനെയുള്ള ചില സോഫ്റ്റ് കോർണർ എന്ന് പറയുന്ന തരത്തിലുള്ള ടൈറ്റിലുകൾ. സാറ് പറഞ്ഞ പോലെ ഇതൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ മൻ കി ബാത്ത് വരുമ്പോ മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, അതല്ലേ എന്താണ് പിക്ക് ആൻഡ് ചൂസ് അങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. എന്നാൽ അതിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് വേണ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ, അത് നടപ്പിലാക്കുമോ, ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നയപരമായിട്ട് നീങ്ങിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. ഈ ചർച്ച ചെയ്യാത്തതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ്? അല്ല, ചർച്ച ചെയ്യാത്തതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം അത്രത്തോളം ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ നാടും അത്രത്തോളം ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിൽ ജീവിച്ചു പോകുന്ന നാടാണ് നമ്മുടേത്. അത് ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തേക്ക് ഇത് കുറെ കൂടി സീരിയസ്ലി ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ലെവൽ മാധ്യമങ്ങളും അതുപോലെ പ്രാദേശിക മാധ്യമങ്ങളും ഒക്കെ കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിക് ഇൻക്വിസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ നമ്മളിപ്പോ വളച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. മാധ്യമങ്ങളും അവർക്ക് വിൽക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റ് ഏത് എന്ന് നോക്കി മാത്രമാണ് വാർത്തകൾ എടുക്കുന്നത്. ന്യൂസിനേക്കാളും ഇൻഫോർടൈൻമെന്റും ശരിക്കും പറഞ്ഞാൽ അതും വിട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഷോകളായി മാത്രം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ചർച്ചകൾ പോലും എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു പോയിന്റ് റേസ് ചെയ്യുന്നതിനേക്കാൾ വഴി അലറി വിളിക്കുക അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുക, ചിലപ്പോൾ വാടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന റീലൊക്കെ വൈറലാകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു ഇപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റ് എന്റർടൈൻമെന്റ് ചാനലിന്റെ 10% പോലും ഏഷ്യാൻ ന്യൂസിന്റെ വ്യൂസ്. അപ്പൊ അത്തരത്തിലാകുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇവരൊരു സർവൈവൽ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ ഒപ്പം ഞാൻ പറയുന്നത് അത് മാത്രമല്ല പ്രശ്നം, ആ പ്രശ്നത്തിന്റെ ഒപ്പം നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ആളുകളുടെയും ഒക്കെ മെന്റാലിറ്റിയിൽ ഭരണകൂടത്തിനെ എതിർക്കുക എന്നുള്ളതല്ല, ഭരണകൂടത്തോട് ചേർന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ മധുരങ്ങൾ കിട്ടുമെങ്കിൽ അത് രുചിക്കുക എന്ന് പറയുന്ന ലെവലിലേക്കും കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിന് മറ്റൊരു സൈഡ് കൂടിയുണ്ട്. ഭരണകൂടങ്ങളും കുറെ കൂടി ലിബറൽ